ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്ക് പരിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥം യാചിച്ചുകൊണ്ട് ആരംഭിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഞാൻ സെമിനാരിയിൽ ഡിഗ്രി പഠിക്കുന്ന കാലഘട്ടം. എല്ലാ മാസവും 3-ാമത്തെ ഞായറാഴ്ചയാണ് പാരൻസ് ഞങ്ങളെ വിസിറ്റ് ചെയ്യാൻ സെമിനാരിയിൽ വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കലാണ് ഒരിക്കൽ എൻ്റെ അമ്മയും എൻ്റെ അനിയനും, അന്ന് അനിയൻ നന്നേ ചെറുതാണ്, ഞങ്ങൾ തമ്മിൽ ഒത്തിരി വയസ്സിന് വ്യത്യാസമുണ്ട്, കൈക്കുഞ്ഞാണവൻ. അങ്ങനെ ഇരിക്കുകയാണ് അമ്മയും അനിയനും കൂടി എന്നെ കാണാനായിട്ട് സെമിനാരിയിൽ വരിക. ഏകദേശം വൈകുന്നേരം 4 മണിയോട് കൂടെയാണ് അമ്മ എന്നെ കാണാനായിട്ട് എത്തിയത്. അപ്പം 4 മണിയെന്ന് പറയുന്നത് സെമിനാരിയിൽ ഫുട്ബോൾ കളിക്കേണ്ട ഒരു സമയമാണ്. ഞാൻ കാലിൽ ബൂട്ടൊക്കെ കെട്ടി ഇങ്ങനെ പ്ലേ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങാനായിട്ട് പോവുകയാണ്. ആ സമയത്താണ് അമ്മയും അനിയനും ഇങ്ങനെ കയറി വരുന്നത്. അപ്പോൾ എനിക്ക് ഫുട്ബോൾ കളിക്കുക എന്ന് പറയുന്നത് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു കാര്യമായിരുന്നു. അപ്പോൾ അമ്മയെയും അനിയനെയും കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തെല്ലൊരു വിഷമം തോന്നി. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഓടിച്ചെന്നിട്ട് അനിയനെ എടുത്ത് ചെറിയൊരു ഉമ്മയൊക്കെ വെച്ചിട്ട് അമ്മയുടെ കയ്യിലുള്ള പലഹാരമൊക്കെ വാങ്ങിയിട്ട് പറഞ്ഞു, അമ്മ പോയിക്കോ, കാരണം ഞങ്ങളെല്ലാവരും ഫുട്ബോൾ കളിക്കേണ്ട സമയമാണിത്, അമ്മയ്ക്ക് വേറെ വിശേഷമൊന്നുമില്ലല്ലോ, അമ്മ പോയിക്കോ എന്ന് പറഞ്ഞിട്ട് അമ്മയെ ഞാൻ പതിയെ പറഞ്ഞയക്കുകയായിരുന്നു. എന്നിട്ട് ഞാൻ ഓടി കളിക്കളത്തിലേക്ക് ചെന്നു. കളി തുടങ്ങി. പക്ഷേ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു, കളി അങ്ങോട്ട് നീങ്ങുന്നില്ല. ഫുട്ബോൾ എനിക്ക് തട്ടാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ട് തോന്നാണ്. ഉള്ളിൽ എന്തോ ഒരു നീറ്റൽ പോലെ. ഞാൻ പതിയെ കളി നിർത്തി, ഫുട്ബോൾ കളി നിർത്തിയിട്ട് പതിയെ ഞാനിങ്ങനെ അമ്മയെ അന്വേഷിച്ച് ഇങ്ങനെ ഓടുകയാണ്. ഓടി ചെന്ന് കഴിഞ്ഞപ്പോൾ കോളേജിൻ്റെ പറമ്പൊക്കെ കഴിഞ്ഞ് അമ്മ ഇങ്ങനെ മെയിൻ ഗേറ്റിൻ്റെ അടുത്തെത്തി. വലിയൊരു ക്യാമ്പസായിരുന്നു അത്, സെമിനാരിയും കോളേജും ഒക്കെ. മെയിൻ ഗേറ്റിൻ്റെ അടുത്തെത്തി. ഞാൻ ചെന്നിട്ട് അമ്മയുടെ പുറത്തിങ്ങനെ തട്ടി അമ്മയെന്ന് ഇങ്ങനെ വിളിച്ചു. അപ്പോൾ അമ്മ ഇങ്ങനെ പതിയെന്ന് എന്നെ പിന്തിരിഞ്ഞൊന്ന് നോക്കി. ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ അമ്മ കരയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തു പറ്റി അമ്മയെ കരയാൻ? അപ്പോൾ അമ്മ എന്നോട് പറയായിരുന്നു, മോനെ, ഞാൻ ഇത്രയും ദൂരം ഈ കൈക്കുഞ്ഞിനെയും എടുത്തുകൊണ്ട് യാത്ര ചെയ്ത് വന്നത് എൻ്റെ ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങളും സന്തോഷങ്ങളും ഒക്കെ നിന്നോട് പങ്കുവയ്ക്കാനാണ്. എൻ്റെ എല്ലാ കാര്യങ്ങളും നിന്നോട് പങ്കുവയ്ക്കാനാണ്. നിൻ്റെ ഹൃദയത്തിലുള്ള കാര്യങ്ങളെല്ലാം കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നത്. പക്ഷെ നിനക്ക് എന്നോടൊപ്പം ഇരിക്കാൻ സമയമില്ല അല്ലേ എന്ന്. ഞാൻ എന്ത് ചെയ്തു, ഞാൻ പിന്നീട് അമ്മയെ പിടിച്ച് അവിടെ ആ വരാന്തയിൽ ഇരുത്തി. അമ്മ പറയാനുള്ള കാര്യങ്ങളെല്ലാം കേട്ടു. അമ്മയോടൊപ്പം ഒത്തിരി സന്തോഷത്തിന് നിമിഷങ്ങൾ ഞാൻ പങ്കുവയ്ക്കുകയുണ്ടായി. ഇന്ന് എൻ്റെ ഈ ചെറിയ വചന സന്ദേശത്തിലൂടെ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ, ഡു യു ഹാവ് ടൈം ഫോർ ജീസസ്? നിനക്ക് ഈശോയ്ക്ക് കൊടുക്കാൻ സമയമുണ്ടോ? ഇന്ന് തിരക്കേറിയ ലോകത്തിൽ നമുക്ക് മറ്റ് അനവധി കാര്യങ്ങൾക്ക് സമയമുണ്ട്. പക്ഷേ ഈശോ എന്നോടും നിന്നോടും ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഇന്ന് ഈശോയ്ക്ക് വേണ്ടി സമയം കൊടുക്കാൻ നിൻ്റെ കയ്യിലുണ്ടോ? യോഹന്നാൻ 3:16. തന്നിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. മരണമില്ലാത്തവൻ, സ്വർഗത്തിൻ്റെ അധിപൻ, സ്വർഗം വിട്ട് സമയബന്ധിതമായ ഈ ലോകത്തേക്ക് ഇറങ്ങി വരാണ്. എന്തിനു വേണ്ടിയിട്ട്? മനുഷ്യരോടൊപ്പം സമയം ചെലവഴിക്കാൻ വേണ്ടിയിട്ട്. ആ ഈശോയ്ക്ക് വേണ്ടി സമയം നൽകാൻ എനിക്കും നിനക്കും ഇന്ന് കഴിയുന്നുണ്ടോ? ജീവിതത്തിൻ്റെ ഏറ്റവും അതിപ്രധാനമായ സമയം ഈശോയ്ക്ക് വേണ്ടി കൊടുക്കാൻ നിനക്കും എനിക്കും കഴിയുന്നുണ്ടോ? മത്തായി 25 14 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ താലന്തുകളുടെ ഉപമ വായിക്കുന്നുണ്ട്. ഒന്നാമന് 5, രണ്ടാമന് 2, മൂന്നാമന് 1 താലന്തും യജമാനൻ നൽകുന്നുണ്ട്. തിരിച്ചു വന്നു കഴിയുമ്പോൾ യജമാനൻ തിരിച്ചു വന്ന താലന്തുകളുടെ കണക്കെടുക്കുമ്പോൾ ഒന്നാമനത് 5 നൽകിയവനത് 10 ആക്കുന്നു, 2 നൽകിയവനത് 4 ആക്കുന്നു, 1 ലഭിച്ചവൻ മാത്രം അത് കുഴിച്ചിടുന്നു. കണ്ടോ? എല്ലാവർക്കും താലന്തുകൾ നൽകി. പക്ഷെ താലന്തുകളിൽ ലഭിച്ചവർ
അവർക്ക് ലഭിച്ച താലന്തുകൾ എപ്രകാരം സമയത്തിൻ്റെ ക്രയവിക്രയങ്ങളിലൂടെ അത് ഇരട്ടിപ്പിച്ചു എന്നുള്ളതിലാണ് കാര്യം. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ദൈവം നമുക്ക് സമയം തന്നിട്ടുണ്ട്. ജനനത്തിനും മരണത്തിനും ഇടയിൽ ഒത്തിരി സമയം തന്നിട്ടുണ്ട്. ഈ സമയം ഞാൻ എങ്ങനെ ഫലപ്രദമാക്കുന്നു, എൻ്റെ ഈശോയോടൊപ്പം ചേർന്ന് എനിക്ക് നൽകിയിട്ടുള്ള താലന്തുകൾ അനുസരിച്ച് എങ്ങനെ ഫലപ്രദമാക്കുന്നു. ഈശോ തീർച്ചയായിട്ടും നമ്മുടെ മരണത്തിനപ്പുറത്ത് ഈശോ ചോദിക്കും, ഞാൻ നിനക്ക് തന്ന താലന്തുകൾ, ഞാൻ നിനക്ക് തന്ന സമയം എങ്ങനെ നീ വിനിയോഗിച്ചു എന്ന്. ഇനി 2 ചിന്തകളിലൂടെ ഈ സമയത്തെക്കുറിച്ച് മുന്നോട്ട് പോകാമെന്നാണ് ഞാൻ ചിന്തിക്കുക. ഈശോയ്ക്ക് സമയം കൊടുത്താൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന 2 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, ഈശോയ്ക്ക് സമയം കൊടുത്താൽ അവൻ നമ്മെ നയിക്കും. ഈശോ നമ്മെ നയിക്കും. ഒരു പെൺകുട്ടിയെ, ആ പെൺകുട്ടിയുടെ അമ്മ എൻ്റെ അടുത്ത് കൊണ്ടുവന്നിരുന്നു, കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിരുന്നു. അതായത് ഈ പെൺകുട്ടി ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട ഒരു യുവാവുമായിട്ട് പ്രണയത്തിലായി. അങ്ങനെ ഒരിക്കലും ആരോടും പറയാതെ വീട്ടിൽ നിന്ന് ഈ യുവാവുമായിട്ട് ഇറങ്ങി പുറപ്പെട്ടു ഒളിച്ചോടിപ്പോയി 3 ദിവസം കഴിഞ്ഞിട്ട് മാതാപിതാക്കൾ പോലീസിലൊക്കെ കംപ്ലൈൻറ്റ് കൊടുത്തു. മാതാപിതാക്കളും അന്വേഷിച്ചു. 3 ദിവസങ്ങൾക്കപ്പുറത്ത് ഈ പെൺകുട്ടി തിരിച്ച് ഫോൺ വിളിച്ചു. എന്നിട്ട് മാതാപിതാക്കൾ പോയി ആ യുവാവിൻ്റെ വീട്ടിൽ നിന്ന് ഈ പെൺകുട്ടിയെ തിരിച്ച് കൊണ്ടുവരാൻ. അങ്ങനെ വീട്ടിൽ കൊണ്ടുവന്നു. വല്ലാതെ ഇവൾ മാനസിക പിരിമുറുക്കത്തിലിരിക്കുമ്പോഴാണ് എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പൊട്ടി വിതുമ്പി കരയാണ്. പുരോഹിതൻ എന്ന നിലയിൽ ഈശോയുടെ സ്നേഹം കൊടുക്കേണ്ട ആളാണ്. അവൾ കുറ്റപ്പെടുത്താനോ വേദനിപ്പിക്കാനോ ഒന്നും നിന്നില്ല. അവൾ പറഞ്ഞത് മുഴുവൻ കേട്ടു. അവസാനം അവൾ എന്നോട് പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയാം? അച്ഛാ, എൻ്റെ ഈ 21-22 വർഷക്കാലത്തിന് ഉള്ളിൽ ഒരിക്കലും ഒരു ഭക്തിയോടെ ഒരു ദിവ്യബലിയിൽ പങ്കെടുക്കാനോ സ്നേഹത്തോടെ മാതാപിതാക്കളെ നിർബന്ധിച്ചാലല്ലാതെ ഒരു ജപമാല ചൊല്ലാനോ, എന്തിനേറെ അച്ഛാ, ഞാൻ കുമ്പസാരിച്ചിട്ട് തന്നെ വർഷങ്ങളായി. ഞാനിന്ന് എനിക്ക് ഈ അബദ്ധം പറ്റിയപ്പോൾ ഞാൻ ചിന്തിക്കുകയാണ്, ഈശോയ്ക്ക് കുറച്ചും കൂടി സമയം കൊടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, ആത്മാർത്ഥമായി ഈശോയോടൊപ്പം എനിക്ക് ഇരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ എനിക്ക് തെറ്റ് പറ്റുമായിരുന്നില്ല. ഈശോ എന്നെ നയിച്ചേനെ, അവിടുത്തെ സ്നേഹം എന്നെ ഇങ്ങനെ പൊതിഞ്ഞു പിടിച്ചേനെ. ഈശോയ്ക്ക് സമയം കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഈശോ നമ്മളെ നയിക്കും, തീർച്ചയായിട്ടും നയിക്കും. നമുക്ക് പരിപൂർണമായി വിശ്വസിക്കാം. ലൂക്കാ 19 നമ്മൾ സക്കേവൂസിനെ കുറിച്ച് വായിക്കുന്നുണ്ടല്ലോ. സക്കേവൂസ് സിക്കമൂർ മരത്തിൽ വലിഞ്ഞു കയറുന്നു ഈശോയെ കാണാനായിട്ട്. ഈശോ സക്കേവൂസിനെ മരത്തിന് മുകളിൽ വെച്ച് കാണുന്നു. മോനെ, നീ ഇറങ്ങി വായെന്ന് ഈശോ പറയുന്നു. അവർ 2 പേരും കൂടെ സക്കേവൂസിൻ്റെ ഭവനത്തിലേക്ക് ചെല്ലുന്നു. നമുക്കൊന്ന് അനുമാനിക്കാം, സുവിശേഷത്തിൽ പറയുന്നില്ല സക്കേവൂസിൻ്റെ ഭവനത്തിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന്. പക്ഷെ അവൻ്റെ ഭാര്യ ഉണ്ടായിരുന്നിരിക്കണം, മക്കളുണ്ടായിരുന്നിരിക്കണം, മാതാപിതാക്കൾ ഉണ്ടായിരുന്നിരിക്കണം. ആ ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥയിലേക്കായിരിക്കണം ഈശോ, ആ കുടുംബത്തിലെ ആ അവസ്ഥയിലേക്കായിരിക്കണം ഈശോ കടന്നു ചെല്ലുന്നത്. അങ്ങനെ ഈശോയുടെ സ്നേഹം പരിപൂർണമായി ഇങ്ങനെ അനുഭവിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ സക്കേവൂസ് ഈശോയ്ക്ക് സ്വന്തം ജീവിതത്തിന് സമയം ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോൾ സ്നേഹത്തിൻ്റെ ഒരു ആഘോഷം ആ വീട്ടിലും അങ്ങനെ അനുഭവിച്ച് കഴിഞ്ഞപ്പോൾ ഈ സക്കേവൂസ് ഒരു തീരുമാനം എടുക്കുകയാണ്, ഞാൻ ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി കർത്താവെ തിരിച്ചു കൊടുക്കാം. അപ്പോൾ സക്കേവൂസിൻ്റെ കണ്ണുകളിലേക്കും ഹൃദയത്തിലേക്കും ആത്മാവിലേക്കും നോക്കിയിട്ട് ഈശോ പറയുന്നുണ്ട്, ഇന്ന് ഈ കുടുംബത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. ഇതാണ് ഈശോയ്ക്ക് സമയം കൊടുക്കാൻ നമുക്ക് പറ്റിക്കഴിഞ്ഞാൽ, സീരിയസ് ആയിട്ട് ഈശോയെ കാണാൻ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഈശോ എന്ത് ചെയ്യും? നമ്മളെ ഇങ്ങനെ നയിക്കും. നമ്മൾ വിസ്മയിപ്പിക്കത്തക്ക വിധം ഈശോ ഇങ്ങനെ നയിക്കും. നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിൽ അവിടുത്തെ പരിപാലന ഇങ്ങനെ നമ്മളെ ഇങ്ങനെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ടിരിക്കും. ഈശോയ്ക്ക് സമയം കൊടുക്കാം. ലൂക്കാ 23:39 മുതൽ 43 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ നല്ല കള്ളനെ കാണുന്നുണ്ട്. 2 കള്ളന്മാർ ഈശോയുടെ വലത്തും ഇടത്ത് ഇങ്ങനെ കിടക്കുകയാണ്. ഒരു കള്ളൻ ഈശോയെ ഇങ്ങനെ കുറ്റപ്പെടുത്താണ്, മറ്റൊരു കള്ളൻ പറയാണ്, ഞാനിതിന് യോഗ്യനാണ് കർത്താവെ, അങ്ങ് എന്നെ വിധിക്കുമ്പോൾ അങ്ങയുടെ വിധി തീർച്ചയായും നീതിയുക്തമായിരിക്കും. അങ്ങ് പറുദീസയിലായിരിക്കുമ്പോൾ എന്നെ അങ്ങ് ഓർക്കണമേ. കണ്ടോ, അവൻ്റെ സമയം ഈശോയ്ക്ക് കൊടുക്കുകയാണ്. ഈശോയെ പറുദീസയിലായിരിക്കും. ആ മരണത്തിൻ്റെ അവസാന മൊമെൻറ്റ്സിലൂടെ അവനിങ്ങനെ കടന്നു പോവുകയാണ്, നിമിഷങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ശരീരവും മനസ്സും ഹൃദയവും ഇങ്ങനെ വല്ലാതെ ഒരുങ്ങിയിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് ഇങ്ങനെ ഈശോയോട് പറയാണ്, ഈശോയെ അങ്ങ് പറുദീസയിലായിരിക്കുമ്പോൾ ഈ മഹാഭാവിയെയും അങ്ങ് ഓർക്കണമേ. അണ്ട് ഈശോയ്ക്ക് സമയം കൊടുത്തു കഴിയുമ്പോൾ ഈശോ പറയാണ്, ടുഡേ യു ഷാൽ ബി വിത്ത് മീ ഇൻ പാരഡൈസ്. ഇന്ന് നീ എന്നോടൊപ്പം പറുദീസയിലായിരിക്കും. ഈശോയ്ക്ക് സമയം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഈശോ അവനെ എങ്ങോട്ട് നയിച്ചു? പറുദീസയിലേക്ക് നയിച്ചു, സ്വർഗത്തിലേക്ക് നയിച്ചു.
ആ ആനന്ദത്തിൻ്റെ നെറുകയിലേക്ക് നയിച്ചു. ഇതുപോലെ സ്നേഹം നിറഞ്ഞവർ ഈശോയ്ക്കൊന്ന് സമയം കൊടുത്തു നോക്കിയേ. നമുക്ക് മറ്റു പലതിനും സമയമുണ്ട്, പല കാര്യങ്ങൾക്ക് സമയമുണ്ട്. പക്ഷേ ഈശോയ്ക്ക് സമയം കൊടുത്തു കഴിഞ്ഞാൽ ഈശോ നമ്മുടെ ചെറിയ കാര്യങ്ങളും വലിയ കാര്യങ്ങളും ഒക്കെ നയിക്കും. ഇങ്ങനെയാണല്ലോ പറയുക, ഈശോയിലേക്ക് ഒരു സ്റ്റെപ്പ് നമ്മൾ വയ്ക്കാൻ മുതിർന്നു കഴിഞ്ഞാൽ ഈശോ 100 സ്റ്റെപ്പ് ഇങ്ങോട്ട് വയ്ക്കാമെന്ന് പറയുക. ഈശോ നമ്മളിങ്ങനെ കാത്തു നിൽക്കുകയാണ്, വല്ലാതെ നമ്മളെ സ്നേഹിക്കാൻ, വല്ലാതെ നമ്മളെ സ്വന്തമാക്കാനായിട്ട് ഈശോ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഈശോയ്ക്ക് നമുക്ക് സമയം കൊടുക്കാം, ഈശോ നമ്മളെ നയിക്കട്ടെ. രണ്ടാമത്, ഈശോയ്ക്ക് നമ്മൾ സമയം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന രണ്ടാമത്തെ വലിയൊരു അത്ഭുതം എന്താണെന്ന് ചോദിച്ചാൽ, അവൻ നമ്മെ സ്നേഹിക്കും. വല്ലാതെ ഈശോ നമ്മെ സ്നേഹിക്കും. സ്നേഹം കൊണ്ട് നമ്മളിങ്ങനെ പൊതിഞ്ഞ് ഈശോ തോൽപ്പിച്ച് കളയും. ഒരിക്കൽ ഞാൻ കോഴിക്കോട് രൂപതയുടെ നവജ്യോതിസ് റിന്യൂവൽ സെൻ്ററിൻ്റെ, അതായത് രൂപതയുടെ പാസ്റ്റർ സെൻറ്റർ ഡയറക്ടറാണ്. അവിടെ എല്ലാ ശനിയാഴ്ചകളിലും ഞാൻ ഹെവൻലി നൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം നടത്തുന്നുണ്ട്. ഒരു പ്രൈസ് ആൻഡ് വർഷിപ്പ്, ആരാധന, ദിവ്യബലി, നിത്യസഹായ മാതാവിൻ്റെ നൊവേനയൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ അതിനിടയിൽ ഒത്തിരി പേർക്ക് അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ട് അവരിങ്ങനെ സാക്ഷ്യങ്ങൾ പറയാറുണ്ട്. അപ്പോൾ ഒരു ചേച്ചി പറഞ്ഞ സാക്ഷ്യം അതിങ്ങനെയായിരുന്നു. ചേച്ചി ഇങ്ങനെ കടത്തിൽ കഴുത്തോളം മുങ്ങി നിൽക്കുകയാണ്. ചേച്ചി ഒരു ഹോട്ടൽ നടത്തുകയാണ്. ഹോട്ടൽ ആകപ്പാടെ നഷ്ടത്തിലായി, കടത്തിൽ മുങ്ങി നിൽക്കുകയാണ്. ഇനി ഒരു രക്ഷയില്ല, ഇനി ആത്മഹത്യ ചെയ്യുകയല്ലാതെ ജീവിതത്തിൽ യാതൊരു വഴിയില്ല. അങ്ങനെ ഇരിക്കെ വിഷം മേടിച്ച് ബാഗിലിട്ടിട്ട് ഇങ്ങനെ നടന്നു പോവുകയാണ്. നടന്നു പോകുമ്പോൾ പള്ളിമുറ്റത്ത് കൂടിയാണ് അദ്ദേഹം ഇങ്ങനെ യാത്ര ചെയ്യുക, ചേച്ചി ഇങ്ങനെ യാത്ര ചെയ്യുക. അപ്പോൾ യാത്ര ചെയ്യുമ്പോൾ പള്ളി കണ്ടു. ചേച്ചി ഇങ്ങനെ എന്ത് ചെയ്താലും മരിക്കാൻ പോവല്ലേ, ഒന്ന് ഈശോയെ കണ്ടിട്ട് കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ചേച്ചി പള്ളിയിലേക്ക് കയറി. അവിടെ ഇങ്ങനെ ദിവികാരനെ എഴുന്നള്ളിച്ച് വെച്ചിട്ടുണ്ട്. പള്ളിയിലേക്ക് കയറിയ നിമിഷം മുതൽ ആ ചേച്ചി പറയാണ്, വല്ലാത്തൊരു അഭിഷേകം, വല്ലാത്തൊരു സന്തോഷം ഇങ്ങനെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ നിറഞ്ഞു തുളുമ്പാണ്. ദിവ്യാനത്തിൻ്റെ മുന്നിലിരിക്കുന്നു, മുട്ടുകൾ മടയ്ക്കുന്നു, ഈശോയുടെ സ്നേഹം ഇങ്ങനെ ഹൃദയത്തിലേക്ക് വന്ന് നിറഞ്ഞിട്ടുണ്ടല്ലോ. കണ്ണുനീരിങ്ങനെ ധാരധാരയായി ഇങ്ങനെ ഒഴുകുകയാണ്. കർത്താവിൻ്റെ മുന്നിൽ ചേച്ചി ഇങ്ങനെ എല്ലാ വിഷമങ്ങളും എല്ലാ സങ്കടങ്ങളും ഈ കടബാധ്യത മൂലം ഞെരുങ്ങുന്ന ജീവിതാവസ്ഥകളും എല്ലാം ഇറക്കി വെച്ചു. ഒത്തിരി കരഞ്ഞു എന്നാ പറയുക ചേച്ചി. എന്നിട്ട് ഈശോ ഇങ്ങനെ ഉള്ളിൽ പറയാമായിരുന്നു അത്രേ, തോറ്റു പോരുത് കേട്ടോ, ഞാനുണ്ട് കേട്ടോ, നിന്നെ ബലമേകാനായിട്ട്, നിനക്ക് ശക്തിയായിട്ട് ഞാനുണ്ട് കേട്ടോ, നമുക്ക് കയറി വരാൻ പറ്റും, അതിൻ്റെ കൂടെയുണ്ട്, എഴുന്നേക്ക്, നല്ലൊരു പോരാളിയാവ്, യാത്ര ചെയ്യുന്ന. അന്ന് ആ ചേച്ചി ആ പള്ളിയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് പള്ളിമുറ്റത്ത് വിഷം ഒഴിച്ച് കളഞ്ഞു എന്നാണ് പറയുക. യഥാർത്ഥത്തിലൊരു അത്ഭുതമാണ്. നമ്മളെപ്പോഴാണോ ഈശോയ്ക്ക് കുറച്ച് സമയം കൊടുക്കാൻ പറ്റുക, നമ്മളെപ്പോൾ തകർന്ന് നിൽക്കുമായിരിക്കാം, നമ്മൾ വേദനിച്ച് നിൽക്കുമായിരിക്കാം, ആത്മഹത്യയുടെ മുനമ്പിലായിരിക്കാം, ഒരു രക്ഷയില്ല, എല്ലാ വാതിലുകളും അടഞ്ഞ് നിൽക്കുന്ന അവസ്ഥകളായിരിക്കാം. പക്ഷേ എന്തൊക്കെയാണെങ്കിലും ഈശോയ്ക്ക് സമയം കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഹി വിൽ ഡെഫിനറ്റ്ലി അമേസ് യു. അവൻ നിന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തും. വല്ലാതെ ഇങ്ങനെ അവിടുത്തെ സ്നേഹം എന്നെയും നിന്നെയും ഇങ്ങനെ പൊതിഞ്ഞു പിടിക്കും. ഒരു ഭാര്യയും ഭർത്താവും കൂടി കൗൺസിലിങ്ങിന് വന്നേക്കാണ്. ചെറിയൊരു ഈഗോ ക്ലാഷാണ്. ഭർത്താവിന് ഭാര്യയുടെ മുന്നിലോ ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ മുന്നിലോ ചെറുതാകാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. അല്ലാതെ അങ്ങോട്ട് ചെറിയ ചെറിയ ഈഗോ ക്ലാഷുകൾ ഇങ്ങനെ വീർത്ത് അവസാനം കുടുംബാംഗങ്ങളൊക്കെ അതിലിടപെട്ട് ഇവർ രണ്ടുപേരും 2 വീട്ടിൽ താമസിക്കുകയാണ്. 2 പേർക്ക് ഇപ്പോൾ വേണ്ടത് എന്താ? ഡിവോഴ്സാണ്. അപ്പോൾ അങ്ങനെയാണ് മാതാപിതാക്കൾ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വേണ്ടി കൊണ്ടുവരുന്നത്. അപ്പോൾ എനിക്കറിയാം എൻ്റെ ബുദ്ധിയോ എൻ്റെ ശക്തിയോ ഒന്നും ഇങ്ങനെ കീരിയും പാമ്പായിട്ട് നിൽക്കുന്ന ഇവരെ അടുപ്പിക്കാനായിട്ട് ഒരിക്കലും അത് തികയത്തില്ലെന്ന്. ഞാൻ അവർക്ക് വേണ്ടി അന്ന് ദിവ്യബലി അർപ്പിച്ച് ആരാധനയൊക്കെ നടത്തി അവരെ വിളിച്ച് ഫ്രണ്ടിൽ ഇരുത്തിയിട്ട് ഇവരിങ്ങനെ പരസ്പരം ഇങ്ങനെ കുറ്റപ്പെടുത്തി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ അവസാനം ചെയ്തൊരു കാര്യം ഇതാണ്. കുരിശെടുത്ത് ഒരു ബെനഡിക്റ്റൻ കുരിശെടുത്ത് അവരുടെ ഫ്രണ്ടിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞൊരു കാര്യം ഇതാണ്: നിങ്ങൾക്ക് പല കാര്യങ്ങൾക്ക് സമയമുണ്ട്. എത്ര നാളായി നിങ്ങൾ വിവാഹം കഴിഞ്ഞിട്ട് ഒരുമിച്ച് പള്ളിയിൽ പോയിട്ട്? അപ്പോൾ മകള് പറയാൻ തുടങ്ങി, വിവാഹം കഴിഞ്ഞിട്ട് അച്ഛാ ഞങ്ങൾ പള്ളിയിൽ പോകാറില്ല, ഒരുമിച്ച് കുടുംബ പ്രാർത്ഥന ചെയ്യാറില്ല, ഇവരുടെ വീട്ടുകാർക്ക് പ്രാർത്ഥനയൊന്നും ഇഷ്ടമല്ല. കണ്ടോ, പരസ്പരം ഇങ്ങനെ കുറ്റം പറഞ്ഞ് പ്രാർത്ഥനയില്ലാത്ത അവസ്ഥ ഇങ്ങനെ വെളിപ്പെട്ട് കിട്ടി. ഈശോയ്ക്ക് സമയം കൊടുക്കാനായിട്ട് പറ്റിയിട്ടില്ല.
ഞാൻ പറഞ്ഞു ഈശോയ്ക്ക് സമയം കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ജീവിതത്തിൽ ഇങ്ങനെ പാളിച്ചകൾ സംഭവിച്ചു പോകുന്നത്. അപ്പോൾ പെട്ടെന്ന് അവളിങ്ങനെ കരയാണ്. അവൾ എന്നോട് പറയാണ്, അച്ഛാ, വിവാഹത്തിന് മുമ്പ് എല്ലാ ദിവസവും പള്ളിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു ഞാൻ. എല്ലാ ദിവസവും ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥന 1 മണിക്കൂർ നേരം ഉണ്ടായിരുന്നു. മാസത്തിൽ ഒരിക്കലെങ്കിലും ഞാൻ കുമ്പസാരിച്ചിരുന്നു. പക്ഷെ വിവാഹം കഴിഞ്ഞിട്ട് അച്ഛാ ഈശോയ്ക്ക് സമയം കൊടുക്കാൻ പറ്റിയില്ല. ഇന്ന് ഞാൻ തിരിച്ചറിയാണ്, കുറച്ചും കൂടി ഈശോയ്ക്ക് സമയം കൊടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഈ ഊതിപ്പെരുപ്പിച്ച ഈഗോ ഒന്നും എനിക്കുണ്ടാവില്ലായിരുന്നു. എനിക്ക് ചെറുതാകാൻ പറ്റുമായിരുന്നു. ഈശോയ്ക്ക് സമയം കൊടുക്കാൻ പറ്റിയിരുന്നെങ്കിലും അച്ഛാ. ഞാൻ പറഞ്ഞു, സമയം വൈകിട്ടില്ല, ഈശോയ്ക്ക് നീ സമയം കൊടുക്കുക. ഈശോ തീർച്ചയായിട്ടും നിന്നെ നയിക്കും. ഈശോ തീർച്ചയായിട്ടും നിന്നെ ശക്തിപ്പെടുത്തും. ഈശോ തീർച്ചയായിട്ടും നിന്നെ കൊണ്ടുപോകും. ഇങ്ങനെ അവിടുത്തെ സ്നേഹത്തിൽ ഇങ്ങനെ നയിച്ചുകൊണ്ടിരിക്കും. യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 42 വരെയുള്ള വാക്യങ്ങളിൽ സമരിയാക്കാരിയുമായിട്ട് ഈശോ സംസാരിക്കുന്നത് കാണുന്നുണ്ട്. വലിയൊരു കോൺവെർസേഷനാണത്, വലിയൊരു കോൺവെർസേഷനാണ്. ആദ്യം ഈശോ അവളോട് വെള്ളം കുടിക്കാൻ ചോദിക്കുന്നു. ഡയലോഗുകൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഈ യഹൂദരും സമരിയാക്കാരും ബദ്ധവൈരികളാണ്. ആരാധനാലയവുമായിട്ട് ബന്ധപ്പെട്ട തർക്കത്തിൽ അവരിങ്ങനെ ബദ്ധവൈരികളാണ്. അപ്പോൾ ഇങ്ങനെ ആദ്യം ഈശോയെ കാണുമ്പോൾ ഈശോ വിളിക്കുന്നത് എന്താ? യഹൂദ, നീ യഹൂദനാണ്. 2 ഈശോയെ ഇങ്ങനെ സംസാരിച്ച് ഈശോയുടെ ഇങ്ങനെ ഇടപഴകി ഇങ്ങനെ സമയം ഇങ്ങനെ മുന്നോട്ട് പോയി കഴിയുമ്പോൾ പതിയെ വിളിക്കുകയാണ്. അവനിൽ എന്തോ ഒരു മാന്ത്രിക ശക്തി ഉണ്ടെന്ന് മനസ്സിലായി കഴിയുമ്പോൾ അവൾ വിളിക്കുകയാണ് ഗുരു. യഹൂദൻ ഗുരുവായിട്ട് മാറി. പിന്നെ ഭർത്താവിനെക്കുറിച്ച് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. അവളെ ജീവിതത്തെക്കുറിച്ച് ഈശോ ഇങ്ങനെ വാചാലനാവുകയാണ്. ഈശോയുടെ സ്നേഹം ഇങ്ങനെ അവളിങ്ങനെ പുൽകാണ്. പതിയെ അവൾ യഹൂദ എന്നുള്ളത് മാറി, ഗുരു എന്നുള്ള അഭിസംബോധന മാറി. നീ ഒരു പ്രവാചകനാണല്ലേ എന്ന് പതിയെ ചോദിക്കുകയാണ്. കണ്ടോ ആ സ്നേഹം, എന്നെ പൊതിയുന്ന സ്നേഹം, അവനോടൊപ്പം ഇങ്ങനെ സമയം ചെലവഴിക്കുമ്പോൾ എന്നെ മാറ്റുന്നതും രൂപാന്തരപ്പെടുത്തുന്നതും കണ്ടോ. അവസാനം കുറേ കൂടി ഇങ്ങനെ സംസാരിച്ച് ഈശോയുടെ ചാരത്ത് ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ വന്നു കഴിയുമ്പോൾ അവസാനം അവൾ തിരിച്ചറിയാണ്, എൻ്റെ കൺമുമ്പിലിരിക്കുന്നത് മിശിഹായാണെന്നും. ഈശോ ആരാണെന്ന് തിരിച്ചറിയണമെങ്കിൽ നമുക്ക് ഈശോയോടൊപ്പം സമയം ചെലവഴിക്കാൻ പറ്റണം. ബൈബിളിൽ നമ്മൾ ഈശോ എന്താണെന്ന് വായിക്കും. അവിടെ നിന്ന് ചെയ്ത അത്ഭുതങ്ങൾ നമ്മൾ അനുഭവിച്ചറിയും, നമ്മൾ കാണും, നമ്മൾ കേൾക്കും, നമ്മൾ വിചിന്തനത്തിന് വിധേയനാക്കും. എന്നെ പോലെയുള്ള 100 കണക്കിന് വൈദികരുടെ പ്രസംഗങ്ങൾ നിങ്ങൾ കേൾക്കും ഈശോയെക്കുറിച്ച്. പക്ഷേ ഈശോ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? ഈശോ ആരാണെന്ന് നിങ്ങൾ അറിയണമെങ്കിൽ യു നീഡ് ടു സ്പെൻഡ് ടൈം വിത്ത് ഹിം. നീ ഈശോയ്ക്ക് വേണ്ടി സമയം കൊടുക്കാൻ നിനക്ക് പറ്റണം. ഈ പുസ്തകത്താളുകളിലുള്ള ഈശോയല്ല യഥാർത്ഥ ജീവിതത്തിലുള്ള ഈശോ. അത് അനുഭവിച്ചറിയണമെങ്കിൽ ഈശോയ്ക്ക് വേണ്ടി സമയം കൊടുക്കാനായിട്ട് നിനക്ക് പറ്റണം. ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, ഡു യു ഹാവ് ടൈം ഫോർ ജീസസ്? നിനക്ക് ഈശോയ്ക്ക് കൊടുക്കാൻ സമയമുണ്ടോ? പഠനത്തിനും ജോലിക്കും മക്കളെ നോക്കുന്നതിനും ഇടയിൽ ഈശോയ്ക്ക് വേണ്ടി സമയം കൊടുക്കാൻ നിൻ്റെ കയ്യിൽ, നിൻ്റെ പോക്കറ്റിൽ ടൈമുണ്ടോ? ഒരു ഹോസ്പിറ്റലിൽ ലാസ്റ്റ് സാക്രമെൻറ്റ് കൊടുക്കാൻ പോയതാണ്, രോഗലേപനം കൊടുക്കാൻ പോയതാണ്. അപ്പോൾ 10-22 വയസ്സുള്ളൊരു പെൺകുട്ടിയാണ്, ബ്രസ്റ്റ് ക്യാൻസറാണ്. അപ്പോൾ ലാസ്റ്റ് മൊമെൻറ്റിലാണ് അസ്ഥിപഞ്ജരം പോലെ ഇങ്ങനെ കിടക്കുകയാണ്. ഒരു നല്ല കണ്ണുകളിലുള്ള പ്രകാശം ഭയങ്കരമായിരുന്നു. ഇപ്പോഴും ഞാനത് ഓർക്കാണ്. കണ്ണുകളിലുള്ള പ്രകാശം ഭയങ്കര ഒരു പ്രകാശമാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, കുറേ കാര്യങ്ങൾ ഞങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ടും ഷെയർ ചെയ്തു. അപ്പോൾ കുഞ്ഞിങ്ങനെ നേർത്ത സ്വരത്തിൽ പറയാണ് എൻ്റെ ചെവിയിൽ. കൺഫെഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞ് പറയാണ്, ഫാദർ, ഐ കുഡ് നോട്ട് ഗിവ് ഇനഫ് ടൈം ഫോർ ജീസസ്. എനിക്ക് എൻ്റെ പഠനത്തിനിടയിലേ ഈശോയ്ക്ക് ആവശ്യത്തിന് സമയം കൊടുക്കാൻ പറ്റിയില്ല. ഇപ്പം ഞാനിങ്ങനെ രോഗിയായി കിടക്കുമ്പോഴേ എൻ്റെ ഈശോ ഇങ്ങനെ എന്നെ ഒരു യോഗ്യതയും ഇല്ലാതെ സ്നേഹിക്കുമ്പോൾ, ഞാനിങ്ങനെ ഈശോയെ ഓർത്ത് ജപമാലകൾ ചൊല്ലുമ്പോൾ, എൻ്റെ അമ്മ ഇങ്ങനെ ദൈവവചനം വായിച്ച് കേൾപ്പിക്കുമ്പോൾ വല്ലാത്തൊരു യോഗ്യതയില്ലാത്ത സ്നേഹം എൻ്റെ ഇങ്ങനെ പൊതിയുന്നുണ്ട്. ഞാനിപ്പോൾ ചിന്തിക്കുകയാണ്, ഈശോയ്ക്ക് കുറച്ചും കൂടി സമയം കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ ജീവിതം കുറേയും കൂടി സന്തോഷമായിപ്പോയേനെ. അച്ഛൻ എല്ലാവരോടും പറയണം, യുവാക്കളോടൊക്കെ അച്ഛൻ പറയണം ഈശോയ്ക്ക് സമയം കൊടുക്കാൻ. ഞാൻ കോഴിക്കോട് മേഖലയുടെ ജീസസ് യൂത്ത് ചാപ്ലിനാണ്. അപ്പോൾ ഞാൻ എൻ്റെ കുട്ടികളോടൊക്കെ പറയും, ഈശോയ്ക്ക് വേണ്ടി സമയം കൊടുക്കാൻ പറ്റണം. ഈശോയ്ക്ക് വേണ്ടി സമയം കൊടുക്കുമ്പോൾ ജീവിതം കുറേയും കൂടി നിറമുള്ളതാവും. നമ്മൾ ലൂക്കാ എഴുതിയ സുവിശേഷം 15-ാം അധ്യായത്തിൽ ധൂർത്തപുത്രൻ്റെ ഉപമ നമ്മൾ വായിക്കും.
ധൂർത്തപുത്രൻ്റെ ഉപമ. ധൂർത്തപുത്രൻ്റെ ഉപമയിൽ എന്താണ്? അവൻ പിതാവിൽ നിന്ന് ആ സ്വത്തെല്ലാം വാങ്ങിയിട്ട് എല്ലാ അശുദ്ധിയിലേക്കും പോവാണ്. എല്ലാ അശുദ്ധിയിലേക്കും പോയി അവൻ്റെ പണം വ്യായം ചെയ്യുകയാണ്. ശരീരവും ആത്മാവും ഹൃദയവും എല്ലാം അശുദ്ധമാക്കുകയാണ്. അശുദ്ധമാക്കിയിട്ട് പന്നിക്കൂട്ടിൽ നിൽക്കുമ്പോഴാണ് പിതാവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ഓർക്കുക. നോക്കിയേ, പിതാവിൻ്റെ ടൈമിലേക്ക് കടന്നു ചെല്ലണമെന്നുള്ളൊരു ചിന്ത ഒരു മൊമെൻറ്റിൽ അവനുണ്ടാവുകയാണ്. അവൻ പിതാവിൻ്റെ അടുത്തേക്ക് ചെല്ലാണ്. വചനം പറയുന്നത് എന്താ? ദൂരെ നിന്ന് പിതാവ് അവനെ കണ്ടു എന്ന് പറയുക. ദൂരെ നിന്ന്, അതായത് തൻ്റെ മകൻ പോയിട്ട് പിതാവ് അവിടെ നിന്ന് മാറിയിട്ടില്ല. പിതാവ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിക്കുന്നു. അവൻ മാപ്പ് ചോദിക്കുന്നു. പിതാവ് അവൻ്റെ കൈവിരലിൽ മോതിരം അണിയിക്കുന്നു, പുതിയ കുപ്പായം പുതപ്പിക്കുന്നു, കാളക്കുട്ടിയെ കൊല്ലുന്നു, വലിയൊരു വിരുന്നൊരുക്കുന്നു. നമ്മളും എന്ത് പാപമാണെങ്കിലും എന്ത് മലിനതയുള്ള വ്യക്തികളാണെങ്കിലും ഈശോയ്ക്ക് കുറച്ച് സമയം കൊടുത്തേ. ഈശോ വല്ലാതെ ഇങ്ങനെ സ്നേഹിക്കും, വല്ലാതെ ഈശോ നമ്മളിങ്ങനെ പൊതിഞ്ഞു പിടിക്കും. ഈശോയ്ക്ക് സമയം കൊടുക്കാം. ജീവിതം കുറേ കൂടി നമുക്ക് നവീകരിക്കാനായിട്ട് പരിശ്രമിക്കാം. ഞാനിനി അവസാനമായിട്ട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. എല്ലാ ദിവസവും ദിവ്യബലിയിൽ പങ്കെടുക്കാറുണ്ടോ? അങ്ങനെ ഈശോയ്ക്ക് സമയം കൊടുക്കാറുണ്ടോ? എല്ലാ ദിവസവും ജപമാല ചൊല്ലാറുണ്ടോ? അങ്ങനെ ഈശോയ്ക്ക് സമയം കൊടുക്കാറുണ്ടോ? ആഴ്ചയിലൊരിക്കൽ വേണ്ട, മാസത്തിലൊരിക്കലെങ്കിലും കുമ്പസാരിക്കാറുണ്ടോ? ഈശോയ്ക്ക് സമയം കൊടുക്കാറുണ്ടോ? വ്യക്തിപരമായി ഈശോയുടെ മുന്നിൽ, ദിവികാരുണ്യനാഥൻ്റെ മുന്നിൽ ഇരിക്കാറുണ്ടോ? ഈശോയ്ക്ക് സമയം കൊടുക്കാറുണ്ടോ? ഇത് ജീവിതം പെട്ടെന്ന് തീരും. പെട്ടെന്ന് തീരും. ഇന്ന് എന്നെ നിങ്ങൾ കാണുന്നു, നാളെ ചിലപ്പോൾ ഞാനും ഉണ്ടാവണമെന്നില്ല. നിങ്ങളുടെ മാതാപിതാക്കൾ ഉണ്ടാവണമെന്നില്ല, നീ ഉണ്ടാവണമെന്നില്ല. മനുഷ്യൻ എപ്പോഴും വേണമെങ്കിലും ഈ ഭൂമിയിൽ നിന്ന് യാത്രയാകാം. വചനം പറയുന്നില്ല, മാൻ ഈസ് മിയർലി എ ബ്രെത്ത്. അവൻ വെറും ഒരു ശ്വാസം മാത്രമാണ്. അവനെ എപ്പോൾ വേണമെങ്കിലും കടന്നു പോകാം. അപ്പോൾ നമുക്ക് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ചെയ്യേണ്ട നമ്പർ 1 കാര്യം ഇതാണ്: ഈശോയ്ക്ക് സമയം കൊടുക്കുക. ഈശോയ്ക്ക് സമയം കൊടുത്താൽ 2 കാര്യങ്ങൾ സംഭവിക്കും. 1, അവൻ നിന്നെ നയിക്കും. 2, അവൻ നിന്നെ ഇങ്ങനെ വല്ലാതെ സ്നേഹിക്കും. ഈശോയ്ക്ക് സമയം കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ. നമുക്ക് ഒരുമിച്ച് കരങ്ങൾ കൂപ്പി ഒന്ന് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈശോയെ, ഞങ്ങൾ പ്രത്യേകമായിട്ട് യാചിക്കാൻ അങ്ങേക്ക് സമയം നൽകാനുള്ള കൃപ നൽകണമേ. ഞങ്ങൾ പലപ്പോഴും ജീവിതത്തിൻ്റെ തിരക്കുകൾ, പഠനങ്ങൾ, കുടുംബത്തെക്കുറിച്ചുള്ള ആകുലതകൾ, ജോലി കാര്യങ്ങൾ, അങ്ങനെ എല്ലാ തിരക്കുകളിലും പെട്ട് അങ്ങേക്ക് വേണ്ടി സമയം നൽകാനായിട്ട് പലപ്പോഴും ഞങ്ങൾ പരാജിതരാകാറുണ്ട്. കർത്താവേ, പ്രത്യേകമായി അങ്ങയോട് ഞങ്ങൾ യാചിക്കുകയാണ്. അങ്ങേക്ക് സമയം തരാൻ, അങ്ങയുടെ കൂടെ ഇരിക്കാൻ, അങ്ങ് പറയുന്നതെല്ലാം കേൾക്കാൻ, ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ പ്രാർത്ഥനകളും യാചനകളുമെല്ലാം അങ്ങയിലേക്ക് ഉയർത്തി നൽകി അഭിഷേകത്തോടെ, പരിശുദ്ധാത്മാഭിഷേകത്തോടെ ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്കെല്ലാവർക്കും നൽകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ.